ബാക്ക് ടു മൈ ചാനൽ ഡബിൾ സൈക്കോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ OTP ഇഷ്യൂ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പം കമ്പനിയിൽ ഉണ്ടപ്പം എന്തായിരിക്കും ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പിനകത്ത് ആഡ് അക്കൗണ്ട് എടുക്കുക. ഇപ്പം തൽക്കാലത്തിന് ഒരു ആഡ് അക്കൗണ്ടും കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് കണ്ടിന്യൂ അതിനകത്ത് കയറി ഇനി ഒരു നമ്പർ, ഞാനിവിടെ ഒരു നമ്പർ ഇപ്പം സൈക്കോമാടൻ. അപ്പം എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ചാനലിൽ മുമ്പ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. സൈക്കോമാടൻ ആപ്പ് മേക്കറാണ്, ആപ്പ് ഡെവലപ്പറാണ്. അപ്പം അവൻ്റെ നമ്പരാണത്, മനസ്സിലായില്ലേ? അതിനകത്ത് വേണ്ട OTP ഇതാണ്ട് എന്താണ് സെൻഡ് SMS പിന്നെ കോൾമീയും 12 മണിക്കൂറുള്ള ബാനാണ് കിടക്കുന്നുണ്ട്. OTP അടിച്ചു വെച്ചേക്കാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ നമ്പറിൽ OTP അടിച്ച് നിറച്ച് വെച്ചേക്കുകയാണെങ്കിലും നമുക്ക് ഒരു എന്താണ് 5 മിനിറ്റ് വേണ്ട ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ചെറിയൊരു മെത്തേഡ് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചേപ്പുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കുക. ഒരു ആപ്ലിക്കേഷൻ്റെ വാക്കറഷർ എന്നാണ് ഞാൻ ചുമ്മാ ഒരു പേരും കിട്ടിയാണ്. പെട്ടെന്ന് പേരൊന്നും വന്നില്ല, അതുകൊണ്ട് ഒരു പേരങ്ങ് വെച്ചതേ ഉള്ളൂ, വാക്കറഷർ എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. സോ ആദ്യമേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബട്ടൺ അവിടെ കൊടുത്തേപ്പുണ്ട്. അപ്പം ചാനലിൽ കാണാത്തവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഒരു ബട്ടൺ അവിടെ സെറ്റ് ചെയ്തത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ കോൺടാക്ട് മീ എന്നുള്ളതിനകത്തേക്ക് പ്രൊസീഡ് ചെയ്യുന്ന ഇതിപ്പോൾ എൻ്റെ കുറേ വാട്സപ്പ് ഉണ്ട്, അത് വേറെ കാര്യം. ഗോൾഡൻ എൻ്റെ OG നമ്പറാണ്. അപ്പം ഗോൾഡനകത്തിട്ട് നോക്കിയാൽ കണ്ട. അപ്പോൾ ഡയറക്റ്റ് എൻ്റെ നമ്പറിലോട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. പിന്നുള്ളതെന്ന് വെച്ചാൽ ആഡ് ആൻഡ് എഗ്രി ആൻഡ് കണ്ടിന്യൂ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സാധാ വാട്സപ്പിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം, നമ്പർ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങൾ +91 നമ്പറൊക്കെ അടിക്കുമ്പം ഈ 91 ഒക്കെ ഒഴിവാക്കുക. കാരണം ഇവിടെ ഓൾറെഡി ഒരു 91 ഞാൻ കൊടുത്താൽ പറ്റും. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമ്പർ മാത്രം എൻ്റർ ചെയ്യാം എന്നുള്ളൊരു ഫീച്ചറേ ഉള്ളൂ കേട്ടോ. വേറൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ജസ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതായിരിക്കും നമ്പർ ഇവിടെ ഓൾറെഡി സെറ്റായി വരും, മനസ്സിലായില്ലേ? അപ്പം നമ്പർ നിങ്ങൾ അവിടെ കൊടുത്ത നമ്പർ ഇവിടെ എത്തിക്കോളും. പിന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്പറിൻ്റെ ചേഞ്ച് വരുത്തണമെങ്കിൽ ഇവിടെ നിന്ന് വരുത്താം. പിന്നെ അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇമെയിൽ ID ഒന്ന് മാറ്റട്ടെ കേസ്. ഓക്കെ, ഇമെയിൽ ID ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പം ഫ്രാക്സ് മോഡ്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഞാനും പിന്നെ എന്താണ് നമ്മുടെ പ്രിൻസി മോഡ്സ് ചിലവർക്കൊക്കെ അറിയായിരിക്കും, അവനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്, കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള. അതിനകത്ത് ഡെയിലി വാട്സപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പിനൊന്നും കുറവൊന്നും വരില്ല, അത് വേറെ കാര്യം. അപ്പം അതൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ സൈബറിൻ്റെയും പിന്നെ കോട്ടൂറിൻ്റെയും മൈക്കിൾ വാട്സപ്പിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഇതിനകത്ത് തന്നെ വിടുന്നതായിരിക്കും, അതിനൊന്നും വിഷയമില്ല. എന്തായാലും പറഞ്ഞൊക്കെ പറഞ്ഞ് വേറെ ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇതിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് സെൻഡ് ബട്ടൺ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സെൻഡ് ബട്ടൺ കൊടുത്ത് ഒരു നേരം വെയിറ്റ് ചെയ്യുക. സോറി, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ആ നമ്പർ കോപ്പി ചെയ്തെടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിനകത്ത് കയറി നോക്കാം. റോങ് നമ്പർ എടുത്തൊന്ന് ബാക്ക് ഇറങ്ങി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആ ഒരു മെയിലിന് റിപ്ലൈ കിട്ടിയോ നോക്കട്ടെ. ഗീസ് എന്താണ് ആ ഒരു മെയിലിന് ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഉടൻ തന്നെ അതിന് റിപ്ലൈ തരേണ്ടതാണ് സാധാരണ. ഇത്രയും ടൈമൊന്നും എടുക്കാം. ഓക്കെ, താണ്ട വന്നു കഴിഞ്ഞിട്ടില്ലയോ. അപ്പം അതിനൊരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ ധൈര്യമായിട്ട് കയറി നോക്കിയോ. സംഭവം അതിനകത്തുള്ള ഒരു 12 മണിക്കൂർ ബാൻ ഇനി കാണൂല, കൺഫേമാണ്. അപ്പം SMS കോഡ് കണ്ടില്ല കേസ്, ആ ഒരു എറർ മാർക്കറ്റ് കണ്ടില്ല. 12 മണിക്കൂർ നിങ്ങൾ കിടന്ന് ലൈവായിട്ടാണ് ഞാൻ കാണിച്ചത്. ലൈവ് പ്രൂഫാണ്, വിത്തിൻ സെക്കൻഡ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് എൻ്റെ ടൈം ഓടുന്ന എൻ്റെ ക്ലോക്ക് മീൻസ് ഈ പാനലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സാധനം മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. ജസ്റ്റ് പ്രീവിയസ് എടുത്ത് അടിച്ച് നോക്കിയാൽ മതി, കാണാൻ പറ്റും എത്ര നേരം കൊണ്ടാണ് മാറിയത്. നമ്മൾ ഇതൊക്കെ ഇത്ര സിമ്പിൾ മെത്തേഡാണ്. അപ്പം നൈസായിട്ട് നമുക്ക് OTP അടിച്ച് ചർച്ച വെച്ചേക്കുവാണെങ്കിൽ നൈസായിട്ട് ഇങ്ങനൊരു ട്രിക്കിൽ കൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് മെയിൽ ID വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏത് മെയിൽ വെച്ചാണെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് ബാൻ ആക്കുന്ന ഒരു മെത്തേഡല്ല. ബാൻ ആക്കുന്ന മെയിലൊക്കെ വേറെ ഇതുണ്ട്, അത് പക്ഷെ 1 2 അടിച്ചാൽ പോരാ. അത് മാത്രമല്ല, അത് ചില റെയറായിട്ടുള്ള ടൈമിൽ മാത്രമേ ബാനായി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വെളിയിലോട്ട് വിടാത്തത്. കാര്യം എന്ന് വെച്ചാൽ അത് വെച്ച് ബാനായില്ലേ പിന്നെ എല്ലാവരും കൂടെ എന്നെ കമൻറ്റ് ബോക്സിൽ പൊന്നാണ ഇടിക്കാൻ നിൽക്കും. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.